പഠന ക്യാമ്പിൻ്റെ ഭാഗമായി സംസ്ഥാന യുവജനോത്സവ സ്വാഗതഗാന ശ്രീനിവാസൻ തൂണേരിയെ അനുമോദിക്കുന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ശ്രീനിവാസൻ തൂണേരിയെ പറ്റിയിട്ടുള്ള ഒരു ആമുഖമാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. തൂണേരി വേങ്ങേരിയിലത്ത് നാരായണ നമ്പൂതിരിയുടെയും സുമതി സന്ദർശനത്തിൻ്റെയും മകനായി ശ്രീനിവാസൻ തൂണേരി ജനിച്ചു. കുട്ടിക്കാലം മുതൽ തന്നെ കവിതയിലും ഗാനരചനയിലുമുള്ള കഴിവ് തെളിയിച്ച അദ്ദേഹം തൻ്റെ തൂലികയിൽ നിന്ന് നിരവധി ശ്രദ്ധേയമായ കൃതികൾ മലയാള സാഹിത്യ രംഗത്തിന് സമ്മാനിച്ചു. ഗാന്ധി, പ്രതിദർശനം, പ്രണയം തുടങ്ങിയ അതിൻ്റെ സാമൂഹിക ആത്മീയപരമായ അടിസ്ഥാനങ്ങളിലുള്ള കവിതകൾക്ക് പുറമെ നിരവധി ഭക്തിഗാനങ്ങൾക്കും ഫോക്ലോർ ശൈലിയിലുള്ള സംഗീത സൃഷ്ടികൾക്കും അദ്ദേഹം രൂപം നൽകിയിട്ടുണ്ട്. വടകരയുടെ സാംസ്കാരിക സാഹിത്യ ഭൂപടത്തിൽ അതുല്യമായ സാന്നിധ്യമാണ് ശ്രീനിവാസൻ തൂണേരി. 63ാമത് സംസ്ഥാന യുവജനോത്സവത്തിൻ്റെ വേദിയിൽ പ്രതിധ്വനിച്ച അദ്ദേഹത്തിൻ്റെ വരികൾ പുത്തൻ പ്രഭാതത്തിൻ്റെ പ്രതീകമായി നവകേരളത്തിൻ്റെ സാന്ദ്രമായ വികാരങ്ങൾ സമർപ്പിക്കുന്നു. യുവജനങ്ങളുടെ ഊർജ്ജസ്വലതയും കേരളത്തിൻ്റെ സംസ്കാരപരമായ സമ്പത്തും ഗാഥകളിലൂടെ പരിപോഷിപ്പിക്കുന്ന ഈ ഗാനം ആവിഷ്കാരത്തിൻ്റെ ഉദാത്തമായ ഉദാഹരണമാണ്. കലയുടെ സാംസ്കാരിക ജനതയുടെ ഓർമ്മകളുടെ കൈകോടായ ഈ ഗാനം പാടുപെടുന്ന ജനങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരുമിച്ച് വിസ്മയമായി അവതരിപ്പിക്കുന്നു. കെടുകാര്യസ്ഥിതിക്കെതിരായ പ്രതിഷേധം, കായിക പ്രതീക്ഷകളും മനുഷ്യന്റെ സാമൂഹ്യ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചുള്ള ആത്മകഥകളും ഈ വരികളിലൂടെ അവതരിപ്പിക്കുന്നു. വിശദമായ ഭാഷാപ്രയോഗവും കവിതാ സംഗീത സാഹിത്യങ്ങൾ തമ്മിലുള്ള സമന്വയവും ഈ ഗാനം അനശ്വരമാക്കുന്നു. യുവത്വത്തിൻ്റെ സ്വപ്നങ്ങളും സമഗ്ര വികസനത്തിൻ്റെ ദർശനവും എല്ലാം ഈ ഗാനം ആവിഷ്കരിക്കുന്നുണ്ട്. ഓരോ വരിയിലും മലയാളത്തിൻ്റെ കാഴ്ചപ്പാടുകളെ ആഴത്തിൽ ഉൾക്കൊള്ളിച്ച് സമൂഹത്തിൻ്റെ പുരോഗമനത്തിന് പ്രചോദനമാകുന്ന ഈ ഗാനം യുവജനോത്സവത്തിൻ്റെ ആത്മാവായിരുന്നു. നവകേരളത്തിൻ്റെ സവിശേഷതകളെ പ്രതിനിധാനം ചെയ്യുന്ന ഇതിൽ പരമ്പരാഗതവും ആധുനികവുമായ മൂല്യങ്ങൾ ഒരേ സമയം പകർത്തപ്പെടുന്നു. ശ്രീനിവാസൻ തൂണേരിയുടെ തൂലികയിൽ നിന്ന് ജന്മം കൊണ്ട ഈ കവിത ഭാവനയ്ക്കും സമരശീലത്തിനും ഉന്മേഷം നൽകുന്നു. TVSRC എന്ന സംഘടനയുടെ അവധിക്കാല പഠന ക്യാമ്പിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഈ സദസ്സിൽ നിന്ന് അദ്ദേഹത്തിന് ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹാഭിവാദ്യങ്ങൾ സമർപ്പിക്കുന്നു. അഭിമാനത്തോടെയും ആദരവോടെയും കേരളത്തിന്റെ നവസംസ്കാര ചിന്തയ്ക്ക് പ്രചോദനമായി തീർന്ന അദ്ദേഹത്തിന്റെ കലാസൃഷ്ടികൾക്ക് മുന്നിൽ TVSRC കൃതജ്ഞതയോടെയും സ്നേഹപൂർവ്വമായ ആദരവോടെയും നമസ്കരിക്കുന്നു. സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവർ, ആദ്യം ഞാൻ എന്നെ പരിചയപ്പെടുത്തുന്നതാണ് അഭികാമ്യമെന്ന് തോന്നുന്നു. കാരണം ഇവിടേക്ക് വരുമ്പോൾ ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, പരിചയമുള്ള കുറേ മുഖങ്ങൾ കാണാം. പക്ഷെ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, പരിചയമുള്ള വളരെ കുറച്ച് പേരെ കാണാൻ സാധിക്കുന്നുള്ളൂ. അത് പിന്നെ നമ്മുടെ കാലത്തിന്റെ ഒരു സവിശേഷത കൂടിയാണ്. കാരണം തൂണേരിയും തമ്മിൽ പണ്ട് കാലത്താണെങ്കിൽ വളരെ ദൂരമുണ്ട് എന്ന് പറയാമെങ്കിലും ഈ മാറിയ കാലത്ത് കേവലം ഒരു 45 മിനിറ്റിന്റെ യാത്രയുടെ ദൈർഘ്യമേ ഉള്ളൂ. എങ്കിൽ പോലും നമ്മളെല്ലാവരും തിരക്കുകളുടെ ലോകത്തായതിനാൽ പരസ്പരം കാണാനും സംവദിക്കാനുമുള്ള സാഹചര്യങ്ങൾ കുറഞ്ഞു വരുന്ന ഈ കാലത്ത്
ഇത്തരത്തിലുള്ള ഒരു പരിചയമില്ലായ്മ എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ തന്നെ ഒരു പ്രശ്നമായി ഞാൻ കാണുന്നു. സമൂഹത്തിലെ ഒരംഗം എന്നുള്ള നിലയിൽ ആ പ്രശ്നത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു പിഴവ് സംഭവിച്ചതിലുള്ള ഒരു പശ്ചാത്താപം കൂടി ഞാനിവിടെ രേഖപ്പെടുത്തുന്നു. എൻ്റെ സ്ഥലം തൂണേരിയാണ്. ഇല്ലപ്പേര് നേരത്തെ പറഞ്ഞതുപോലെ വേങ്ങേരി ഇല്ലത്താണ്. ഇവിടെ എന്നെ പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിൽ എൻ്റെ ഇതുവരെയുള്ള സാഹിത്യ ജീവിതത്തെ പറ്റി വളരെ സംക്ഷിപ്തമായി പറഞ്ഞു കഴിഞ്ഞു. എങ്കിൽ പോലും ഇങ്ങനൊരു വേദിയിൽ വന്ന് നിങ്ങളുടെ സ്നേഹോപഹാരം വാങ്ങി തിരിച്ചു പോകുമ്പോൾ അതിനൊരു കൃതജ്ഞത രേഖപ്പെടുത്തി 2 വാക്ക് സംസാരിച്ചില്ലെങ്കിൽ അത് നന്ദി കേടാവും എന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ സംസാരിക്കാൻ നിൽക്കുന്നത്. നിങ്ങളുടെ വിലപ്പെട്ട കുറച്ച് നിമിഷങ്ങൾ അപഹരിക്കുന്നത്. സദയം ക്ഷമിക്കുക. ഇവിടെ വന്നതിന് ശേഷം കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി നടന്ന പൂജാ പഠന ക്യാമ്പിനെ പറ്റിയിട്ടുള്ള വിവരങ്ങളാണ് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത്. അതോടനുബന്ധിച്ച് മറ്റെന്തൊക്കെ കാര്യങ്ങൾ നടന്നു എന്നും എനിക്ക് അറിയില്ല. പക്ഷെ എങ്കിൽ പോലും ആ പൂജാ ക്യാമ്പിൽ പങ്കെടുത്ത 1-2 കുട്ടികൾ അവരുടെ അനുഭവങ്ങൾ ഇവിടെ വിവരിക്കുന്നത് കേട്ടപ്പോൾ നമുക്കറിയാം, കേരളത്തിൻ്റെ സാംസ്കാരിക നവോത്ഥാന ചരിത്രത്തിൽ യോഗക്ഷേമ സഭ എന്ന് പറയുന്ന സംഘടന ഏത് തരത്തിലുള്ള പങ്കാണ് വഹിച്ചത് എന്ന് നമുക്കറിയാം. VT ഭട്ടതിരിപ്പാടിനെ പോലെയുള്ളവർ നമ്പൂതിരി സമുദായത്തിൽ അന്ന് നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കൊക്കെ എതിരെ തൂലിക ചലിപ്പിക്കുകയും അതിൻ്റെ ഭാഗമായി കേരളീയ നവോത്ഥാനത്തിൻ്റെ മുഖ്യധാരയിലേക്ക് മറക്കുടയിൽ നിന്നും പുറത്തേക്കിറങ്ങി സ്ത്രീ പുരുഷ ഭേദമന്യേ സമൂഹത്തിൻ്റെ മുന്നോട്ടേക്കുള്ള യാത്രയിൽ അവരുടേതായ പങ്കുവഹിച്ച ഒരു സമൂഹമാണ് നമ്മുടേത്. പക്ഷേ ഞാനടങ്ങുന്ന നമ്പൂതിരി യുവാക്കളും യുവതികളും ഈ ഒരു പുതിയ കാലത്ത് അന്ന് യോഗക്ഷേമ സഭ ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഏറ്റെടുത്ത് നടത്തിയത് എന്നും ഈ ഒരു കാലത്ത് അന്നത്തേതിൽ നിന്നും വ്യത്യസ്തമായി സാമൂഹ്യമായി ഏതൊക്കെ തരത്തിലുള്ള രംഗങ്ങളിലാണ് നമ്മൾ ഇടപെടേണ്ടത് എന്നുള്ളത് കൂടെ ഒരു ആത്മപരിശോധന നടത്തേണ്ടത് ആവശ്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു. പൂജാപഠനവും നമ്മളുടെ പാരമ്പര്യമായി കൈമാറി വന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്പൂതിരി എന്ന് പറയുന്നത് സമൂഹത്തിന്റെ ഒരു ഭാഗമാണ് എന്നിരിക്കെ സമൂഹത്തിൽ പുതുതായി സംഭവിക്കുന്ന മാറ്റങ്ങളെ പറ്റിയും സാങ്കേതിക വിദ്യയുടെ വികാസത്തെ പറ്റിയും ഒക്കെ അറിയാമെങ്കിൽ പോലും നമ്മുടെ പാരമ്പര്യത്തിന്റെ ഈടുവയ്പ്പുകളെ തിരിച്ചു പിടിക്കാനുള്ള ഒരു യജ്ഞം കൂടി നമ്മൾ നടത്തേണ്ടതുണ്ട്. അതിനുള്ള ഒരു ചെറിയ ചുവടുവെപ്പായി ഞാൻ ഈ പൂജാപഠന ക്ലാസ്സിനെയും അതേപോലെ ഈ ഒരു അവധിക്കാല ക്യാമ്പിനെയും കാണുന്നു. അത്തരത്തിലൊരു പ്രവർത്തനം സംഘടിപ്പിച്ച ഈ സംഘടനയ്ക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. കുറച്ച് വാക്കുകൾ കൂടി സംസാരിച്ച് ഞാൻ നിർത്താം. എന്തായാലും മൈക്ക് വന്നു, ഇപ്പൊ ഒരു സന്തോഷമായി. ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സ്വാഗതഗാന രചയിതാവ് എന്നുള്ള നിലയിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ആ ഒരു സ്വാഗതഗാനത്തെ കുറിച്ച് കേരളീയർ ഒന്നടങ്കം ഒരേ സ്വരത്തിൽ നല്ല അഭിപ്രായം പറഞ്ഞപ്പോൾ അത് എന്റെ ഇതുവരെയുള്ള കാവ്യസഭയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു പ്രചോദനമായിട്ടാണ് ഞാൻ കണ്ടത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ജനുവരി മാസത്തിൽ കഴിഞ്ഞ കലോത്സവം. പശു ചത്തിട്ടും മോരിലെ പുളി തീരുന്നില്ല എന്ന് പറഞ്ഞതുപോലെ ഏകദേശം ഇത്ര മാസങ്ങൾ കഴിഞ്ഞിട്ടും ആ കലോത്സവത്തെയും ആ കലോത്സവത്തിന്റെ സ്വാഗതഗാന രചനയെയും നിങ്ങളെല്ലാം ഓർക്കുന്നുള്ളൂ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. അത്തരത്തിലൊരു നേട്ടത്തിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞത് ഇതേപോലെ തന്നെ സമൂഹത്തിന്റെയും ബന്ധുജനങ്ങളുടെയും ഒക്കെ അകമഴിഞ്ഞ പിന്തുണ കൊണ്ട് മാത്രമാണ് എന്ന് ഞാൻ അറിയുന്നു. ഇനിയും ഇത്തരത്തിലുള്ള പിന്തുണയും എല്ലാ തരത്തിലുള്ള പ്രോത്സാഹനങ്ങളും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു.
ഈ നട്ടുച്ച സമയത്ത് അധിക പ്രസംഗം നടത്തി നിങ്ങളുടെ രസം കൊല്ലാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി, നമസ്കാരം, അഭിവാദ്യങ്ങൾ. ഫോട്ടോ എടുക്കുന്നത് അഫൈകളെ